ഏവർക്കും ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം യേശു ക്രിസ്തു യഹൂദരോട് പറഞ്ഞ ഒരു വചനമാണ്. ആ വചനം ആദ്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 8:56. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിന്റെ സ്വന്തം വാക്കുകൾ പ്രകാരം അബ്രഹാം യേശുവിനെ കണ്ടു. അബ്രഹാം യേശുവിനെ എപ്പോൾ കണ്ടു? യേശു ബത്ലഹേമിൽ ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച അബ്രഹാം എങ്ങനെ ക്രിസ്തുവിനെ കണ്ടു? അബ്രഹാം ക്രിസ്തുവിനെ കണ്ടു എന്നതിനർത്ഥം അബ്രഹാമിന്റെ കാലത്ത് ഈ ഭൂമിയിൽ യേശുവിനെ മുഖാമുഖമായി കണ്ടു എന്നർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അബ്രഹാം യേശുവിനെ കണ്ടത് വിശ്വാസത്തിലും പ്രവചനത്തിലുമായിരുന്നു. പല സന്ദർഭങ്ങളിലായി അബ്രഹാം ക്രിസ്തുവിനെ വിശ്വാസത്തിലും പ്രവചനാരൂപത്തിലും കണ്ടതായി വേദപുസ്തകത്തിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും. ആദ്യത്തെ സന്ദർഭത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 22 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനേ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനേ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. മക്കളില്ലാതിരുന്ന അബ്രഹാമിനും സാറയ്ക്കും വൃദ്ധാവസ്ഥയിൽ ദൈവം ഒരു മകനെ വാഗ്ദാനം ചെയ്യുന്നു. 90 വയസ്സായ സാറ ഗർഭം ധരിച്ച് 100 വയസ്സായ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു. ആ മകനായിരുന്നു ഇസഹാക്ക്, വാഗ്ദത്ത പുത്രൻ. ഇസഹാക്കിൽ നിന്നുള്ളവർ നിന്റെ സന്തതിയെന്ന് വിളിക്കപ്പെടും എന്ന ഉറപ്പും ദൈവം അബ്രഹാമിന് നൽകുന്നു. ദൈവത്തിന്റെ ഭാവി പദ്ധതികൾ എല്ലാം ഇസഹാക്കിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഉൽപ്പത്തി 22 1 2 വചനങ്ങൾ വായിക്കാം. അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. വർഷങ്ങളായി കാത്തിരുന്ന മകൻ, 100-ാം വയസ്സിൽ ലഭിച്ച പുത്രൻ, ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രൻ, ഒരു വംശത്തിന്റെ പ്രത്യാശ, എല്ലാം ഒരുവനിൽ. അവനെ തന്നെയാണ് ദൈവം തനിക്കായി യാഗത്തിനായി ചോദിക്കുന്നത്. പക്ഷേ അബ്രഹാം ദൈവത്തോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ, പിറുപിറുക്കാതെ ദൈവം കൽപ്പിച്ചത് അനുസരിക്കുവാൻ തയ്യാറായി. അങ്ങനെ അബ്രഹാം ഇസഹാക്കിനെയും ദാസന്മാരെയും കൂട്ടി മോര്യ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. ഉൽപ്പത്തി 22 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങിവരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. ഈ വചനങ്ങളിലേക്ക് നാം വീണ്ടും തിരികെ വരും. അങ്ങനെ അവർ പർവ്വതത്തിലേക്ക് കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ചോദ്യമാണ് നാം നേരത്തെ വായിച്ചത്. ഇതൊരു സാധാരണ ചോദ്യം പോലെ തോന്നിയേക്കാം. പക്ഷേ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ആഴമേറിയ പ്രവചന ചോദ്യങ്ങളിൽ ഒന്നാകുന്നു ഇസഹാക്കിന്റെ ഈ ചോദ്യം. യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന ഇസഹാക്കിന്റെ ഈ നിഷ്കളങ്കമായ ചോദ്യത്തിന് ആട്ടിൻകുട്ടിയെ ദൈവം ഒരുക്കും എന്നായിരുന്നു അബ്രഹാമിന്റെ മറുപടി. എന്നാൽ ദൈവം അബ്രഹാമിന് ഇസഹാക്കിന് പകരമായി യാഗത്തിനായി നൽകിയത് കുഞ്ഞാടിനെ ആയിരുന്നില്ല, ആട്ടുകൊറ്റനെയാണ് നൽകിയത്. ഉൽപ്പത്തി 22 13 വായിക്കാം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ആട്ടുകൊറ്റനും ആട്ടിൻകുട്ടിയും അഥവാ കുഞ്ഞാടും ഒന്നല്ല. 1 വയസ്സിന് താഴെ പ്രായമുള്ള ആടിനെ കുഞ്ഞാടെന്നും 1 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആടിനെ ആട്ടുകൊറ്റനെന്നും പറയുന്നു. ദൈവം
അബ്രഹാമിന് ഇസഹാക്കിനു പകരമായി ആട്ടുകൊറ്റനെ നൽകിയതിനു കാരണം കുഞ്ഞാട് ഭാവിയിൽ യാഗമാകേണ്ടിയിരുന്ന യാഗമൃഗമായിരുന്നതുകൊണ്ടാണ്. ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ച യാഗമൃഗം നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത് നോക്കാം. യോഹന്നാൻ 1:29 വായിക്കാം. പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇസഹാക്കിന്റെ യാഗത്തിനായുള്ള സ്ഥലം 3-ാം ദിവസം അബ്രഹാം ദൂരത്തുനിന്ന് കണ്ടതായി നാം വചനത്തിൽ വായിച്ചു. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതു മുതൽ പകരം ആട്ടുകൊറ്റനെ നൽകിയ സമയം വരെ 3 ദിവസങ്ങൾ കടന്നുപോയി. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്ക് ഈ 3 ദിവസവും മരിച്ചതുപോലെ തന്നെയായിരുന്നു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള ഇസഹാക്കിന്റെ 3 ദിവസത്തെ യാത്ര യേശുവിന്റെ മരണവും പുനരുത്ഥാനവും വ്യക്തമായി കാണിക്കുന്നു. ഇതിനാലാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ 8:56, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ ദിവസം എന്ന് പറയുന്നതിൽ തന്റെ കഷ്ടാനുഭവവും തേജസ്കരണവും ഉൾപ്പെടും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും മോറിയ പ്രദേശത്തേക്കുള്ള യാത്രയിൽ യാഗത്തിനാവശ്യമായ വിറക് ചുമക്കുന്നത് ഇസഹാക്കായിരുന്നു എന്ന് നാം വചനത്തിൽ വായിച്ചു. അതുപോലെ തന്നെയായിരുന്നു യേശുവും സ്വയം തന്റെ ക്രൂശ് ചുമന്നതും. ഏതൊരു വിറകിന്മേലാണോ ഇസഹാക്ക് യാഗമാകേണ്ടിയിരുന്നത്, അതേ വിറക് അവൻ ചുമന്നുകൊണ്ട് മോറിയ മലയിലേക്ക് കയറിപ്പോയി. അതുപോലെ ക്രിസ്തുവും ഏതൊരു കുരിശന്മേലാണോ യാഗമാകേണ്ടിയിരുന്നത്, അതേ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് കയറിപ്പോയി. ഇസഹാക്കിന്റെ യാഗത്തിനായി ദൈവം യാദൃശ്ചികമായി മോറിയ പർവ്വതം തിരഞ്ഞെടുത്തതല്ല. ദൈവത്തിന് ഒരു പദ്ധതിയും ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഇതേ മോറിയ ദേശത്ത് തന്നെയായിരുന്നു ശലോമോൻ ആലയം പണിതത്. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിന്റെ 1 വായിക്കാം. അനന്തരം ശലോമോൻ യെരുശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ഈ ആലയം തന്റെ ഭൗതിക ശരീരത്തിന്റെ പ്രതിച്ഛായയാണെന്ന് ഒരിക്കൽ യേശു പറയുകയുണ്ടായി. യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 19 വായിക്കാം. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഇതേ പ്രദേശത്ത് തന്നെയാണ് യേശുവിന്റെ ക്രൂശീകരണം നടന്ന ഗോൽഗോഥാ മല. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും മോരിയ ദേശത്തേക്കുള്ള 3 ദിവസത്തെ യാത്രയിൽ അബ്രഹാം തന്റെ വിശ്വാസ കണ്ണുകളാൽ വലിയൊരു സത്യത്തെ കണ്ടു. ദൈവം ഒരു നാൾ തന്റെ സ്വന്തം പുത്രനെ ഇതേ സ്ഥലത്ത് ലോകത്തിനായി യാഗമർപ്പിക്കും എന്ന അത്ഭുതം. അബ്രഹാം മോരിയ മലയിൽ ക്രൂശ് കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ രക്ഷാപദ്ധതി കണ്ടു. ഇതിനാലാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം. 2ാമത്തെ സന്ദർഭമായിരുന്നു മൽക്കിസദേക്കിൽ അബ്രഹാം ക്രിസ്തുവിനെ കണ്ടത്. ഉൽപ്പത്തി 14-ാം അധ്യായത്തിന്റെ 18 വായിക്കാം. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പവും വീഞ്ഞും പിന്നീട് യേശു തന്റെ ശരീരവും രക്തവും സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചതായി നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു. മൽക്കിസദേക്കിനെക്കുറിച്ച് പുതിയ നിയമം എന്ത് പറയുന്നുവെന്ന് നോക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങിവരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്നു വച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അതായത് അബ്രഹാം പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴലായി നിലകൊള്ളുന്ന മൽക്കിസദേക്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കണ്ടു. മറ്റൊന്നാണ് ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ അബ്രഹാം യേശുവിനെ കണ്ടത്. ഉൽപ്പത്തി 22-ാം അധ്യായത്തിന്റെ 18 വായിക്കാം.
നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നു ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ സന്തതി യേശുവിനെക്കുറിച്ചായിരുന്നുവെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 16 വായിക്കാം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അബ്രഹാം ഒരു ജാതിയുടെ പിതാവിനെ മാത്രമല്ല കണ്ടത്, ലോകത്തെ രക്ഷിക്കുന്ന മിശിഹായെ അബ്രഹാം കണ്ടു. അബ്രഹാം ശാരീരിക കണ്ണുകളാൽ അല്ല, വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ക്രിസ്തുവിനെ കണ്ടു. അബ്രഹാം ക്രൂശ് കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ രക്ഷാപദ്ധതി കണ്ടു. മെൽക്കിസദേക്കിൽ നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ കണ്ടു. ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ ലോകരക്ഷകനെ കണ്ടു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അബ്രഹാം എന്റെ ദിവസം കണ്ട് സന്തോഷിച്ചുവെന്ന്. അബ്രഹാം ദൂരത്തുനിന്ന് ക്രിസ്തുവിന്റെ ദിവസം കണ്ട് സന്തോഷിച്ചു. ഇന്ന് ക്രിസ്തു നമ്മുടെ മുമ്പിൽ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനെപ്പോലെ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നാം യേശുവിനെ കാണുന്നുണ്ടോ?